പൂർണ്ണമായിട്ടും തകർത്തിരിക്കുന്നതാണ് നമുക്ക് അത് കാണാൻ കഴിയുന്ന. സാധാരണഗതിയിൽ ഒരു കാറിന്റെ മുൻവശത്തെ ഡോർ അത്ര എളുപ്പത്തിൽ പൊട്ടിക്കാൻ കഴിയുന്ന ഒന്നല്ല. സൈഡ് വശത്തെ ഗ്ലാസുകളേക്കാൾ കുറച്ചുകൂടി കടുപ്പമുള്ളതാണ് മുൻവശത്തെ ഗ്ലാസ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതേതാണ്ട് പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ചുടുകണ്ണയുടെ പൊടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ കട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കട്ടയും കല്ലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുമ്പിൽ വെച്ച് ഉണ്ടായ ആ ഒരു സമരം. നമുക്കറിയാം രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇത് CPM ഇത് BJP കോൺഗ്രസ് ഡീലാണ് എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥർ ഈ പ്രതിപക്ഷ നേതാവിന്റെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. അത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ കണ്ണൂരിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വസതിക്ക് മുമ്പിലും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് എന്തോ പ്രതിഷേധം എന്തോ തുടങ്ങുമെന്ന് പറഞ്ഞു.
കാര്യങ്ങൾ ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു ആക്രമണം വാഹനത്തിന് നേരെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇനി അകത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ എത്തിച്ചത് എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വലിയ ഇടി ഇടിച്ചിരിക്കുന്നത് പൊട്ടി ചിതറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചില്ലൊക്കെ അകത്തേക്ക് വീട് ചില്ലുകൾ ഏകദേശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വരുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ കൂടുതൽ പോലീസ് സന്നാഹം അടക്കം ഇപ്പോൾ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് വരുന്നത് ഉൾപ്പെടെയുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കാറിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ രീതിയിലുള്ള അതിക്രമം ഈ വാഹനങ്ങൾക്ക് നേരിട്ടിരിക്കുന്നു. അവരെല്ലാം തന്നെ ഇതിനോടകം ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനുള്ളിലുണ്ട്. സി അടക്കമുള്ള ആളുകൾ ഉണ്ട്, DVSP അടക്കമുള്ള ആളുകൾ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. എന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി ഇത് മാറി. In today's incident, in the attack against the officers coming out of the raid, we have currently taken into custody 4 people. We have identified sufficient number of people who were directly involved in this act. They have been identified, so our investigation will continue. We will search wherever they are. They are directly involved in this act, so we will definitely arrest them also. How many have been identified so far, sir, other than 12 we have confirmed identification. Others are unknown person, so we will identify in some time. We can identify. So how many accused are we expecting in the and right now I cannot take a number, but definitely while going back, they were waiting outside. They were ready with the plan. So I think there was a conspiracy. So let's see. what are the sections, sir, in which they have We have taken the statement against assault of the government officials. There is a damage to car. If it's government vehicle, then there will be PDPP. So as per statement and whatever is coming, we will put the sections. these 4 who have been taken into custody right now? They were all involved directly. Yeah, they were directly involved. And we have their names, sir? Manoj, Srijit, Jeevan, Sahin. All CPIM workers. Sorry, CPIM workers. that I cannot tell. Okay.